ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7 ഇൻഡിജേഴ്സ് എന്ന ചാപ്റ്ററിലെ 3rd എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം. അതിനുശേഷം മാത്രമേ നമ്മുടെ സൊല്യൂഷൻ വീഡിയോസ് കാണാവൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായി മനസ്സിലാവൂ. ഞാനതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്ന് വായിച്ചു നോക്കിയേ. ഫൈൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്ട്സ്. നമ്മളെല്ലാ റൂൾസും ഫോളോ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾസാണ് വേണ്ടത്. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ്റെ സൈനാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് 3 × -1 എന്നാണല്ലോ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൈൻ പ്രത്യേകം നോക്കണം. സൈൻ തെറ്റിപ്പോയാൽ നമ്മുടെ ആൻസറും തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് വേണം, ആദ്യം സൈൻ നോക്കുക. 2 നമ്പറുകൾ, ഇവിടെ പോസിറ്റീവ് നമ്പർ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ അനുസരിച്ച് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ് ആൻസർ വരിക? നെഗറ്റീവാണ് അല്ലേ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവാണ് വരിക അല്ലേ. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താ വരിക? അതും പോസിറ്റീവ് തന്നെ. അപ്പോൾ ഒരേ സൈനുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിഫറെൻറ്റ് സൈനുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഡിഫറെൻറ്റ് സൈനാണ് അല്ലേ ഉള്ളത്. പോസിറ്റീവ് 3യും നെഗറ്റീവ് 1ഉം ആണ് ഉള്ളത്. അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 3 × 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. -1 × 225. ഇവിടെ എന്താ ഡിഫറൻറ്റ് സൈനാണ് അല്ലേ. മൈനസും ഉണ്ട് പ്ലസ്സും ഉണ്ട്. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ എന്താ ഉണ്ടാവുക? ആൻസർ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ 1 × 225 എന്ന് പറയുമ്പോൾ 1 ഏതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ നമ്പർ ഇറ്റ് സെൽഫ് തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് 225 എഴുതി കൊടുക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. -21 × -30. രണ്ടും മൈനസ് സൈനാണല്ലോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 21 × 30 എത്രയായിരിക്കും? 21 × 3 ചെയ്തിട്ട് നമുക്ക് 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അല്ല, 21 × 30 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യാനായിട്ട് നമുക്ക് 21 × 3 ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, 1 × 3 അത് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3 6 ആണ്. നമുക്ക് 63 എന്ന് കിട്ടി. പക്ഷേ ഈ 0 നമുക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. ആ 0 ആണ് നമുക്ക് വൺസിൻ്റെ പൊസിഷനിൽ വേണ്ടത്. അപ്പോൾ നമ്മളത് അവിടെ കൊടുത്തു. നമുക്ക് 630 എന്ന് കിട്ടി. ആൻസർ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. ഞാൻ അതിനെല്ലാം റിപ്ലൈ തരും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. -316 × -1. ഇവിടെ എന്താ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് അല്ലേ. 316 × 1 316. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് 316 ഇങ്ങനെ എഴുതിയാൽ മതി അല്ലേ. ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്തത് -15 × 0 × -18. ഏത് നമ്പറിൻ്റെ ഇൻ ബിറ്റ്വീനിലും മൾട്ടിപ്ലിക്കേഷനിൽ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല അല്ലേ. എത്ര നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് ഒരു 0 ആണെങ്കിൽ ആൻസർ 0 ആവില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 2 × 3 × 6 × 0. നമ്മൾ പോയിട്ട് 2ഉം 3ഉം 6ഉം ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? × 0 ആണ് ലാസ്റ്റ്. ആൻസർ 0 ആയിരിക്കും. 100 × 50 × 6 × 0. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് റാൻഡം നമ്പേഴ്സ് എഴുതിയെന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി കഴിഞ്ഞു. ലാസ്റ്റ് 0 ഉള്ളത്. അപ്പോൾ 0. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വന്നു എന്ന് വിചാരിക്കാം. 5 × 0 × 6 × 4. ഇപ്പോഴും എന്താ? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് × 0 കഴിഞ്ഞാൽ 0 തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ ഒന്നും നോക്കാനില്ല. 0 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതോ -12 × -11 × 10. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ -12 × 10 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് -11 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -12 × 10 എന്താ എഴുതുക? നമ്മൾ -12 എഴുതുന്നു, എന്നിട്ട് ഈ 0 കൂടെ എഴുതി കൊടുക്കുന്നു. അത്രയല്ലേ വേണ്ടൂ. എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണത് അല്ലേ. പിന്നെ -11 ഉണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 120 × 11 ആണ് ഇനി ചെയ്യാനുള്ളത് നമുക്ക്. ഇവിടെ നമ്മൾ സെയിം കാര്യം, 0 അവിടെ നിൽക്കട്ടെ. നമുക്ക് 12 × 11 ചെയ്യാം. അപ്പോൾ 2 × 1 2, 1 × 1 1, 1 × 2 2,
1 ഇൻറ്റു 1 1 അങ്ങനെ എഴുതി കൊടുക്കാം. 2 + 0 2 ആണ്, 1 + 2 3 ആണ്, 1 എഴുതി കൊടുത്തു. അപ്പോൾ നമുക്ക് 132 എന്ന് കിട്ടി. പക്ഷെ 132 മതിയാവില്ല, കാരണം ഇവിടെ ഈ 0നെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ 0 നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ 1320. കറക്റ്റ് അല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അടുത്ത സൊല്യൂഷനിലോട്ട് പോയാലോ? ഇവിടെ പറഞ്ഞതിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ? എല്ലാം ക്ലിയർ അല്ലേ? ഇവിടെ 0 ആയതുകൊണ്ട് കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല, നമ്മൾ 0 തന്നെ എഴുതി കൊടുത്തു. അതുപോലെ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് വന്നതുകൊണ്ട് ആൻസർ പോസിറ്റീവാണ്. ഇവിടെ അതുപോലെ തന്നെ ലാസ്റ്റിൽ മൈനസ് ഇൻറ്റു മൈനസ് വന്നു, അതുകൊണ്ട് ആൻസർ പോസിറ്റീവ് തന്നെയായി. എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 9 ഇൻറ്റു -3 ഇൻറ്റു -6. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. 9 ഇൻറ്റു -3 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കൂടെ -6 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 9 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ 27 ആണ്. മൈനസ് സൈൻ കൊടുക്കണം, ഇൻറ്റു -6. ഇനി 27ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 27 ഇൻറ്റു 6, 7 ഇൻറ്റു 6 42, 2 ഹിയർ 4 അപ്പ്. 2 ഇൻറ്റു 6 12, 12 + 4 16, 162. അപ്പോൾ നമുക്ക് 162 എന്നിവിടെ എഴുതാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, അപ്പോൾ പിന്നെ അതിന് സൈൻ്റെ ഒന്നും ആവശ്യമില്ല. പോസിറ്റീവ് 162 ആണ് കിട്ടുന്നത് ആൻസർ. കറക്റ്റ് ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്തത് ചെയ്ത് നോക്കാം നമുക്ക്. -18 ഇൻറ്റു -5 ഇൻറ്റു -4 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമുക്ക് ആദ്യം -5ഉം -4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൻസറിൻ്റെ കൂടെ -18 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ -18 ഇൻറ്റു -5 ഇൻറ്റു -4, മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവാണ് അല്ലേ? പിന്നെ 5 ഇൻറ്റു 4 20 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് -18 ഇൻറ്റു 20 എന്നാണ്. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 18 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 2s are 16, 6 here, 1 up, 1 ഇൻറ്റു 2 2, 2 + 1 is 3. അപ്പോൾ നമുക്ക് 36 എന്ന് എഴുതാം. ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, ആ സൈൻ ഇവിടെ എഴുതി കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻസർ, -36. ഇവിടെ നമ്മൾ 9 ഇൻറ്റു -3 ഇൻറ്റു -6 ചെയ്തപ്പോൾ നമുക്ക് 162 എന്ന ആൻസർ കിട്ടി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പിന്നെ ഇവിടെയുള്ള പോസിറ്റീവ് നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പോസിറ്റീവ് ആൻസർ തന്നെയാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്, അപ്പോൾ ആൻസർ നമുക്ക് മൈനസ് ആയിട്ട് കിട്ടി. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. -1 ഇൻറ്റു -2 ഇൻറ്റു -3 ഇൻറ്റു 4 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം അല്ലേ? -1 ഇൻറ്റു -2 നമുക്ക് ആദ്യം ചെയ്യാം, എന്നിട്ട് -3 ഇൻറ്റു 4 ചെയ്യാം. അതിൻ്റെ രണ്ടിൻ്റെയും ആൻസറിനെ ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ -1 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, 1 ഇൻറ്റു 2 2 ആണ്. പിന്നെ ഈ സൈൻ കൊടുക്കാം, ഇൻറ്റു -3 ഇൻറ്റു 4 ഈസ് -12. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണുള്ളത്? 2ഉം 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 12 ഇൻറ്റു 2 ഈസ് 24 അല്ലേ? അപ്പോൾ നമുക്ക് അത് എഴുതി കൊടുക്കാം, എന്നിട്ട് ഈ സൈനും കൊടുക്കാം. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണല്ലോ, അത് കൊടുത്തു നമ്മൾ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് നോക്കാം അല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ മറ്റേതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് -3 ഇൻറ്റു -6 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു -2 ഇൻറ്റു -1 ചെയ്യാം. അപ്പോൾ -3 ഇൻറ്റു -6 മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവാണ്, 3 ഇൻറ്റു 6 18 ആണ്, ഇൻറ്റു -2 ഇൻറ്റു -1 മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്, 2 ഇൻറ്റു 1 2 ആണ്. അപ്പോൾ നമുക്കിതിനെ 18 ഇൻറ്റു 2 എന്ന് എഴുതാം. 18 ഇൻറ്റു 2 എത്രയാണ്? 8 into 2 is 16, 6 here, 1 up, 1 into 2 is 2, 2 plus 1 is 3, 36. ഓക്കെ, 36 എന്ന് എഴുതി കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ആൻസർ. എല്ലാവർക്കും കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ പറയണം. ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു. ബൈ ബൈ.